ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യണത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന വൈറ്റ് എഗ്ഗ് കുറുമല്ലേ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 മുട്ട പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി എടുക്കുന്നുണ്ട്, അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് നടുക്ക് കീറിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അതും ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 7 കാഷ്യൂനട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ഐറ്റംസ് ഇല്ലേ, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ, അതെല്ലാതും കാഷ്യൂനട്ട് അതെല്ലാതും കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഈ പരുവം മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഇത് നന്നായി ചൂടാറിയതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതൊക്കെ എല്ലാതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ബേ ലീഫ്, അത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ, ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അരച്ചതിൻ്റെ മിക്സിയിൽ കുറച്ച് ഒട്ടി പിടിച്ച ഭാഗങ്ങളില്ലേ, അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇതുവരെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂണൊക്കെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചെയ്യണില്ല, ഇതിൻ്റെ വൈറ്റ്നസ് ഒരുപാട് അങ്ങോട്ട് മങ്ങിയിട്ട് വരണ്ട വെച്ചിട്ടാണ് ഞാൻ ഇടാത്തത്. ഇനി നമ്മൾ പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വെച്ച മുട്ടയില്ലേ, ആ മുട്ട എടുത്തിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തു കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അത് മസാല ഒക്കെ അതിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം മുട്ട ഓരോന്നായിട്ട് കറിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ കുറേശ്ശെ കറി എടുത്തിട്ട് മുട്ടയുടെ മേലെ കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ മുട്ടയുടെയും മേലെ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. തേങ്ങാപ്പാൽ തിളക്കാൻ സമ്മതിക്കാത്ത രൂപത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. 2 സെക്കൻഡോളം ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടാം കേട്ടോ. ഇപ്പം നമ്മുടെ വൈറ്റ് എഗ്ഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ആ ചൂടോടുക്കനെ തന്നെ കഴിക്കുമ്പോൾ അടിപൊളിയാണ്. ചപ്പാത്തി, പൊറോട്ട, നൂൽപുട്ട് അങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നൂൽപുട്ടിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യണത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പിയൊക്കെ ചെയ്യണ സമയത്ത് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും മറക്കരുതേ. താങ്ക് യു.